നമസ്കാരം. മലപ്പുറം മുൻ SP സുജിത് ദാസ്, തിരൂർ മുൻ DYSP VV ബെന്നി, പൊന്നാനി മുൻ CI വിനോദ് എന്നിവർ ഒരു യുവതിയെ ബലാത്സംഗം ചെയ്തുവെന്നും മാറി മാറി പല സ്ഥലങ്ങളിൽ കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നും യുവതിയുടെ പരാതി. 2022 മലപ്പുറത്ത് വെച്ചാണ് ഈ കൊടും ക്രൂരത അരങ്ങേറിയത്. വസ്തുസംബന്ധമായ പ്രശ്നം പരിഹരിക്കാനായിരുന്നു യുവതി പോലീസിനെ സമീപിച്ചത്. പൊന്നാനി CI വിനോദിനെയാണ് യുവതി ആദ്യം പരാതിയുമായി സമീപിച്ചത്. എന്നാൽ CI വിനോദ് യുവതിയെ വീട്ടിലെത്തി ബലാത്സംഗം ചെയ്യുകയായിരുന്നു. ഈ പരാതി DYSP ബെന്നിക്ക് കൈമാറി. ബെന്നിയും വീട്ടിലെത്തി യുവതിയെ പീഡിപ്പിച്ചു. തുടർന്നും പരിഹാരമില്ലാത്തതിനാൽ മലപ്പുറം SP കണ്ടു. എന്നാൽ SP സുജിത് ദാസും യുവതിയെ ബലാത്സംഗം ചെയ്യുകയായിരുന്നു. പരാതിയുമായി എത്തിയ യുവതിയെ 3 ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരാണ് പീഡിപ്പിച്ചിരിക്കുന്നത്. പരാതി നൽകാനെത്തിയ യുവതിയെ പോലീസ് ഉദ്യോഗസ്ഥർ പല സ്ഥലങ്ങളിൽ കൊണ്ടുപോയി പീഡിപ്പിക്കുകയായിരുന്നു. മലപ്പുറം മുൻ SP സുജിത് ദാസ്, തിരൂർ മുൻ DYSP VV ബെന്നി, പൊന്നാനി മുൻ CI വിനോദ് എന്നിവർ ചൂഷണം ചെയ്തുവെന്നാണ് യുവതി മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ ആരോപിക്കുന്നത്. പോലീസ് ഉന്നതർ പരസ്പരം യുവതിയെ കൈമാറി ചൂഷണം ചെയ്തു. ജനത്തിന് നീതി നൽകാൻ ഉത്തരവാദിത്തപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ നിയമവ്യവസ്ഥയെ തകിടം മറിച്ച് പിണറായിയുടെ ഭരണത്തിൽ തങ്ങൾ ബലാത്സംഗത്തിന്റെ കാര്യത്തിൽ ചട്ടമ്പികളാണ് എന്ന് തെളിയിച്ചിരിക്കുകയാണ്. ഒരു CIക്ക് കൊടുത്ത പരാതിക്ക് പരിഹാരമാകാതെ വന്നപ്പോഴാണ് DYSPക്ക് പരാതി കൊടുക്കുന്നത്. അതിനും പരിഹാരമാകാത്തതിനെ തുടർന്ന് SPക്ക് യുവതി പരാതി നൽകുകയായിരുന്നു. സുജിത് ദാസ് തന്നെ ഭീഷണിപ്പെടുത്തിയെന്നും വെളിപ്പെടുത്തലിലുണ്ട്. സുജിത് ദാസും പരാതി അട്ടിമറിക്കുകയായിരുന്നു. കൊന്നുകളയുമെന്ന് വരെ ഭീഷണിപ്പെടുത്തി. കസ്റ്റംസ് ഓഫീസർക്കും വഴങ്ങിക്കൊടുക്കണമെന്ന് നിർബന്ധിക്കുകയുമുണ്ടായി. അവിടെ താൻ രക്ഷപ്പെട്ട് ഓടുകയായിരുന്നു. പരാതിയിൽ യാതൊരുവിധ നടപടിയും ഉണ്ടായില്ല എന്ന് യുവതി പറയുമ്പോൾ പിണറായി ഭരണത്തിലെ ജീർണിച്ച ആഭ്യന്തരത്തിന്റെ ദുരവസ്ഥയാണ് കേരളം കാണുന്നത്. യുവതിയുടെ വെളിപ്പെടുത്തലിന്റെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ്. പറയാൻ പോകുന്നത് ഞാൻ അനുഭവിച്ച വേദനയാണ്. ഞാൻ വിനോദ് സാറിന്റെ അടുത്ത് പരാതിയുമായി പോയി. വീടിന്റെ അവകാശത്തിന്റെ കാര്യത്തിനാണ് പോയത്. ഞാൻ അങ്ങോട്ട് വരാമെന്ന് സാർ പറഞ്ഞു. ഞാനും വീട്ടിലുള്ള പെണ്ണും തിണ്ണയിൽ കിടക്കുകയായിരുന്നു. 9:30 സമയത്ത് വാതിലിൽ മുട്ടി. ഞാൻ തുറന്നു. ഇതാരാണ് എന്ന് കൂടെയുള്ള പെണ്ണ് ചോദിച്ചു. പൊന്നാനി CI ആണ് എന്ന് ഞാൻ മറുപടിയും പറഞ്ഞു. ഞങ്ങൾ തിണ്ണയിലിരുന്ന് സംസാരിച്ചു. രഹസ്യം പറയാനുണ്ട് എന്ന് പറഞ്ഞ് റൂമിലേക്ക് വിളിച്ചു. റൂമിൽ ചെന്നപ്പോൾ കതക് അടയ്ക്കാൻ പറഞ്ഞു. ഞാൻ അടച്ചു. ബലമായി എന്നെ പിടിച്ചു. എനിക്ക് വഴങ്ങി കൊടുക്കേണ്ടി വന്നു. എന്താണ് വാതിൽ തുറക്കാതിരുന്നത് എന്ന് കൂടെയുള്ള പെണ്ണ് ചോദിച്ചു. എനിക്കെല്ലാം മനസ്സിലായി. ഞാൻ 2 കുട്ടികളുടെ ഉമ്മയാണ് എന്ന് പറഞ്ഞു. വേറെ കാര്യമാണ് സംസാരിച്ചത് എന്ന് പറഞ്ഞ് അയാൾ പോയി. പിന്നീട് ഈ കേസ് സംബന്ധിച്ച് നിയമ നടപടികൾ ഒന്നും തന്നെ ഉണ്ടായില്ല. വീണ്ടും പരാതി എഴുതി DYSP ബെന്നിക്ക് നൽകി. DYSP ബെന്നി പരാതി മുഴുവനായി വായിച്ചു. അത് തേഞ്ഞു പോകില്ലല്ലോ, അവിടെ തന്നെ കാണുമല്ലോ എന്നും പറഞ്ഞു. പിന്നീട് വെറുതെ പറഞ്ഞതാണ് എന്ന് പറഞ്ഞ് ചിരിച്ചു. കുറെ നാൾ ഇതിനെക്കുറിച്ച് ഒരു വിവരവും ഉണ്ടായില്ല. ഒരു ദിവസം DYSP സാധാരണ ഡ്രസ്സിൽ വീട്ടിൽ കയറി വന്നു. നിന്റെ കാര്യം ശരിയായിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇരുന്ന് ജ്യൂസ് കുടിച്ചു. എന്നെ പിടിച്ചു വലിച്ചു. പക്ഷേ ഞാൻ വഴങ്ങി കൊടുത്തില്ല. എന്നെ ഉമ്മ വെച്ച ശേഷം മടങ്ങിപ്പോയി. 2-3 മാസത്തേക്ക് ഇത് സംബന്ധിച്ച് യാതൊരുവിധ വിവരവും ഉണ്ടായില്ല. പരാതി നൽകാനായി SP ഓഫീസിൽ 3 തവണ കയറി ഇറങ്ങി. എൻ്റെ റൂമിലേക്ക് വരൂ, അവിടെ വെച്ച് സംസാരിക്കാമെന്ന് SP പറഞ്ഞു. അവിടെ വെച്ച് പീഡിപ്പിക്കപ്പെട്ടു. എൻ്റെ വീടും ശരിയായില്ല. വിനോദ് ചെയ്തതിനും നടപടി ഉണ്ടായില്ല. 3 പേരും ചേർന്ന് എന്നെ മുതലാക്കി. എനിക്ക് നീതി ലഭിച്ചില്ല. ഒരു ദിവസം SP വിളിച്ച് സംസാരിച്ചു. അക്കൗണ്ട് വിവരം ചോദിച്ചു. ഇഷ്ടമുള്ള അത്രയും പൈസ എടുത്തോളൂ എന്ന് പറഞ്ഞു. പേടിയാണ്, പൈസ വേണ്ട എന്ന് ഞാൻ പറഞ്ഞു. അയാൾ എന്നെ നിർബന്ധിച്ചില്ല. പിന്നീട് അതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചതുമില്ല. അയാളുടെ ഓഫീസിൽ വെച്ചാണ് സംസാരിച്ചത്. സിറ്റ് ഔട്ടിലിട്ട് എന്റെ ചെരുപ്പ് അയാൾ അകത്തു കൊണ്ടുവന്നു. 1:30 മണി മുതൽ 4:30 മണി വരെ അയാൾ എന്നെ ഉപദ്രവിച്ചു. അയാൾ മദ്യലഹരിയിലായിരുന്നു. എന്നെയും കുടിക്കാൻ നിർബന്ധിച്ചു. പെണ്ണുങ്ങൾക്കുള്ള ബിയറാണ് എന്ന് പറഞ്ഞുവെങ്കിലും ഞാനത് കുടിച്ചില്ല. പുറത്ത് പറഞ്ഞാൽ പുറം ലോകമില്ല എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. 2 കുട്ടികൾക്ക് ഉമ്മ ഇല്ലാതാകുമെന്ന് പറഞ്ഞു. മുഖ്യമന്ത്രിക്ക് ഞാൻ പറഞ്ഞതിനപ്പുറമില്ല എന്നാണ് SP പറഞ്ഞത്. മറ്റുദ്യോഗസ്ഥരും ഞാൻ പറയുന്നത് മാത്രമേ കേൾക്കൂ എന്നും പറഞ്ഞു. ഞാൻ ഒന്നും പറയില്ല എന്ന് തലയിൽ കൈവച്ച് സത്യം ചെയ്തു. കുറച്ചു ദിവസം നല്ല വിഷമമുണ്ടായിരുന്നു. പിന്നെ അതങ്ങ് മറന്നു.
വീണ്ടും പരാതിയുമായി പോയാൽ എന്നെ ഉപദ്രവിക്കില്ലേ? ഉപദ്രവിച്ച ആളുകളോട് തന്നെയല്ലേ പരാതി പറയേണ്ടത് എന്നും യുവതി ചോദിക്കുന്നു.